ഇന്നത്തെ നായകനാരെന്ന് അഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്കര അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റിത്തിക്കി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഉലകം. നമസ്കാരം. അടുത്തിടെ ഒരു ചാനൽ ചർച്ചയിൽ അതിഥിയായി എത്തിയ ഒരു പഴയ പ്രോ വൈസ് ചാൻസലർ വാർത്താ അവതാരകനോട് ചോദിച്ചു, എന്നെ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കാനാണ് പോകുന്നത് എന്ന്. മുൻ PVC ശ്രീ ഡാഷ് എന്ന് വിശേഷിപ്പിക്കാമെന്നായി വാർത്താ അവതാരകൻ. അടുത്ത നിമിഷം മുൻ PVC കൈകൂപ്പി. എൻ്റെ പൊന്നനിയ, അധ്യാപകനെന്നോ രാഷ്ട്രീയ വിദ്യാർത്ഥിയെന്നോ വേണേൽ രാഷ്ട്രീയക്കാരനെന്നോ എന്ത് വേണേലും വിളിച്ചോളൂ, മുൻ പ്രോ വൈസ് ചാൻസലർ എന്ന് വിളിച്ച് അപമാനിക്കരുതേ പ്ലീസ് എന്ന് തൊഴുകൈകളോടെ കേണപേക്ഷിച്ചു. ആ വിനയത്തിന് മുന്നിൽ വാർത്താ അവതാരകൻ്റെ ആവേശത്തിന് ചോർച്ചയുണ്ടായി, ചോദ്യങ്ങൾക്ക് മൂർച്ചയുമില്ലാതായി. ഈ സംഭവം ഇപ്പോൾ ഉദാഹരിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ കൃത്യവും വ്യക്തവും ശക്തവുമായ ഉത്തരമുണ്ട്. നിയമസഭയിൽ അച്ചുമ്മാൻ ചുമ്മാ ചില തമാശകൾ എഴുതിക്കൂട്ടി തട്ടിവിട്ട ആഴ്ചയാണിത്. അക്കൂട്ടത്തിൽ ഒരെണ്ണം PVCയുമായി ബന്ധപ്പെട്ടതായിരുന്നു. നാളെ ഒരു കാലത്ത് സരിതയും ബിജു രാധാകൃഷ്ണനും PVCമാരായാലും അത്ഭുതപ്പെടാനില്ലെന്നായിരുന്നു ആ തമാശ. VA അരുൺകുമാറിന് പറ്റാത്തിടത്തൊക്കെ ചാടി കയറി ഡയറക്ടറാവാമെങ്കിൽ സരിതയ്ക്കും ബിജുവിനും എന്തുകൊണ്ടായിക്കൂടാ എന്ന അണിയറ സംസാരം ശരിയല്ലേ എന്ന് സംശയിച്ച് ഇന്ന് തുടങ്ങുന്നു. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. പരനാറിയും കൊടിച്ചിയും ഓൾഡ് ഫാഷനായി. ഇടതുപക്ഷത്തെ ഇടഞ്ഞ പക്ഷം RSPയുടെ രാഷ്ട്രീയ പദസമ്പത്തിൽ ആണും പെണ്ണും കെട്ട കോമാളിയാണ് ലേറ്റായി വന്ന ലേറ്റസ്റ്റ് വിശേഷണ പദം. ഒരു നാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചത് പ്രകാരം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി രൂപമാറ്റം സംഭവിച്ച പ്രൊപ്പറേറ്റർ ചന്ദ്രചൂഡൻ ആള് ചൂടനായി കഴിഞ്ഞാൽ പിന്നെ പന്യൻ അന്യനാവും, അടിമുടി ആക്ഷേപിക്കും. അപ്പുറത്ത് അവശേഷിക്കുന്നവരെ ഇപ്പുറത്തിരുന്ന് വിശേഷിപ്പിക്കുന്ന തരം വിപ്ലവ വീര്യം ചോർന്നിട്ടില്ല ചന്ദ്രചൂഡാമണിക്ക്. ആ നരച്ച സിംഹത്തിൻ്റെ ഭാവന നാടകമേ ഉലകം പൂർണ്ണമാക്കുന്നു. RSPയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ചന്ദ്രചൂഡൻ. ഫാന് കുഴപ്പമില്ലല്ലോ. കൊല്ലത്ത് നടന്ന ലയന സമ്മേളനത്തിൽ പ്രസംഗിച്ച പ്രസംഗം നിങ്ങളെല്ലാം കേട്ട് കാണും. തിരുവനന്തപുരത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? പാർട്ടി വളർന്ന് ആണും പെണ്ണും കെട്ടവരുടെ കൈകളിൽ ചെന്ന് വിട്ടപ്പോ മൂന്നാമത് ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം, പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം അല്ലേ? പുറകെ പോയി നോക്കി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ട്? കോമാളി വേഷം കെട്ടുന്നതിന് വേണ്ടി അതിന് അത് വേഷത്തിൽ മാത്രമല്ല പറച്ചിലും കൂടെ ആയാലോ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എന്ത് ഡ്രസ് ഇട്ടാലും ചേരും. അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയാം എനിക്ക്. പുറകെ പോയി നോക്കി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ആ വാക്കുകൾ ഒരു പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ഞാൻ തരംതാണ രീതിയിൽ സംസാരിക്കുന്നു എന്ന് കരുതരുത്. എന്താണ് RSPയുടെ നില? സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കെൽപ്പില്ലാത്ത ഒരു പാർട്ടിയുടെ സെക്രട്ടറി RSP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചോ പറയുക. എന്താണ് RSP ചെയ്തത്? നാണം വേണ്ടേ, മാനം വേണ്ടേ? പരിഹാസങ്ങളിരിക്കട്ടെ. കോമാളി വേഷം കെട്ടുന്നതിന് വേണ്ടി അതിന് അത് വേഷത്തിൽ മാത്രമല്ല പറച്ചിലും കൂടെ ആയാലോ. പരിഹാസങ്ങളും ഞങ്ങൾക്ക് കാര്യമല്ല. ഇപ്പൊ ആ കോമാളികളെ ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? ചന്ദ്രചൂഡൻ, എവിടെയായിരുന്നു താങ്കൾ? എന്തായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താങ്കളുടെ റോള്? കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ റോൾ എന്താ? വൈദ്യരെ സ്വയം ചികിത്സിക്കൂ എന്നേ പറയുന്നുള്ളൂ. ഇത് ഇനിയും പറഞ്ഞു പോയാൽ ഞങ്ങള് കത്രിക കൊടുത്ത ആള് വിടും. വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞമറിയാം. എങ്ങനെയുണ്ട്?
ഇവിടെ CPM ഉണ്ണിയുണ്ട്. ആ ഉണ്ണിയെ കൊണ്ടാൽ ആ പാർട്ടിയുടെ വിവരം അറിയാം. പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം, ഈ മുഖം മതിയോ നമുക്ക്? മുഖത്തിന്റെ സൗന്ദര്യമല്ല ഞാൻ പറയുന്നത്. ചങ്ങമ്പുഴ പാടിയതുപോലെ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എങ്കിൽ ഈ കണ്ണാടി അപാരം കഠോരം. അപ്പൊ നമുക്ക് ഇന്ന് ഇത്ര മതിയല്ലോ. ശരി. ഇതാദ്യമായല്ല ചന്ദ്രചൂഡൻ ചൂടനാവുന്നത്. ആരെയും ഏതു പ്രസ്ഥാനത്തെയും അടച്ചാക്ഷേപിക്കാനുള്ള സഖാവിൻ്റെ കഴിവ് കേരളം മുൻപും കണ്ടിട്ടുണ്ട് പലതവണ. ആ വിശേഷണ പുസ്തകം പിന്നോട്ടൊന്ന് മറിച്ചു നോക്കാം. അന്ന് ലീഗിനെക്കുറിച്ച് ചൂടൻ സഖാവ് ഉരുവിട്ട വാക്കുകൾ ഇങ്ങനെ ഒഴുകി. മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ ഉണ്ടാക്കി, മുസ്ലിങ്ങൾക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുത്ത് മുസ്ലിങ്ങളെ മാത്രം MLA-മാരാക്കുന്ന ഒരു പാർട്ടി. അവർ പോലും ഞങ്ങൾ മുസ്ലിങ്ങളുടെ പാർട്ടിയല്ലെന്ന് പറയുന്നുമില്ല. അപ്പോൾ ഈ ലീഗ് കമ്മ്യൂണലാണ് എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്ന് മാത്രമല്ല, അതിൻ്റെ ടോട്ടൽ കൺട്രോൾ സമ്പന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ കയ്യിൽ മാത്രമായിരിക്കുന്നു. KM മാണിയെക്കുറിച്ചും ചന്ദ്രചൂഡാമണിക്ക് കൃത്യമായ അഭിപ്രായം ഉണ്ടായിരുന്നു. KM മാണി മൊത്തം ട്രഷറിയുടെ കാവൽ സൂക്ഷിപ്പുകാരൻ എങ്ങനെ കൊടുക്കണം, എത്ര വെച്ച് കൊടുക്കണം തീരുമാനിക്കുന്നതും അതുതന്നെ. ഈ രണ്ട് പാർട്ടികളുമല്ലേ കേരളം ഭരിക്കുന്നത്? ഈ രണ്ട് പാർട്ടികളിലും പണ്ടുകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് പരസ്യമായി ജാതി രാഷ്ട്രീയമല്ലേ കളിക്കുന്നത്? ആരായി ഉമ്മൻചാണ്ടി എന്ന് ചോദിച്ചപ്പോഴുള്ള പഴയ ഉത്തരം കേട്ടാൽ ചിരിക്കല്ലേ. പാവം ഉമ്മൻചാണ്ടി, അദ്ദേഹം ഇപ്പോൾ ഒരു സിറ്റിംഗ് ഡക്കാണ്. ഘടകകക്ഷികൾക്ക് വെടിവെച്ച് പരിശീലിക്കാനുള്ള ഒരു ടാർഗറ്റ്. സിറ്റിംഗ് ഡക്കിന് അങ്ങോട്ട് വരങ്ങാനൊക്കില്ല, ഇങ്ങോട്ട് വരങ്ങാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് ഉമ്മൻചാണ്ടി വിവസ്ത്രനാണ്. പൊളിറ്റിക്കലി ഹീസ് നേക്കഡ്. അദ്ദേഹത്തിന്റെ വിവസ്ത്രത ഇന്ന് പരസ്യമായി തെളിഞ്ഞു വന്നിരിക്കുന്നു. പെട്ടെന്നാണ് വിവസ്ത്രനായ താറാവ് ഇടത്തൂന്ന് വലത്തോട്ട് ചലിച്ചത്. അപ്പോഴും കുറ്റപ്പെടുത്തലിന് ഒരു കുറവുമില്ല. സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കെൽപ്പില്ലാത്ത ഒരു പാർട്ടിയുടെ സെക്രട്ടറി RSP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പറയുക, 1 മണിക്കൂറൂടെ തന്നിട്ടേ ഞങ്ങളിത് സെറ്റിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. പാർട്ടി വളർന്ന് ആണും പെണ്ണും കെട്ടവരുടെ കൈകളിൽ ചെന്ന് വിട്ടപ്പോൾ 3ാമത് അല്ലേ? പുറകെ പോയി നോക്കി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. കോമാളി വേഷം കെട്ടുന്നതിന് വേണ്ടി അത് വേഷത്തിൽ മാത്രമല്ല മനസ്സിലും കൂടെ ആയാലോ. ഇടവേള കഴിഞ്ഞാൽ പുനഃസംഘടനം അല്ല പുനഃസംഘടന കാണാം. സംഘട്ടനം മതിയാക്കൂ, സംഘാടനത്തിന് തയ്യാറാവൂ. പാർട്ടിയെ നന്നാക്കാൻ അവതരിച്ച സുധീര ഗാന്ധി രണ്ടും കൽപ്പിച്ചാണ്. പക്ഷേ കോൺഗ്രസിൽ പുനഃസംഘടന എന്നാൽ ഗണപതി കല്യാണം പോലെയാണ്. നാളെ നീളെ. എങ്കിലും ഇത്തവണ പുലി വരുമെന്നാണ് അണികളുടെ പ്രതീക്ഷ. ഇനിയങ്ങോട്ട് ഗ്രൂപ്പും ആപ്പുമില്ലെന്നും ഗ്യാപ്പില്ലാത്ത വർക്കാണ് പരിഗണിക്കുന്നതെന്നും സുധീരൻ സധൈര്യം ആണയിടുന്നു. ഇപ്പോൾ നടന്നു വരുന്ന, ഇപ്പോൾ നിർദ്ദേശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ പുനഃസംഘടനാ പ്രക്രിയ നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലത്ത് തുടങ്ങി വെച്ച ആ പുനഃസംഘടനയുടെ തുടർച്ചയാണ്. അന്ന് KPCC ഭാരവാഹികളും DCC പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവരെയാണ് അന്ന് പാർട്ടി നേതൃത്വം ഹൈക്കമാൻഡ് നിശ്ചയിച്ചത്. അതിന് താഴോട്ടുള്ള ഘടകങ്ങളെ നിർണ്ണയിക്കാനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകവെയാണ് അദ്ദേഹം മാറി പ്രസിഡന്റ് പദത്തിലേക്ക് ഞാൻ വരുന്നതും ഞാൻ ചുമതല ഏറ്റെടുക്കുന്നതും. 2 കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, മൊത്തത്തിലുള്ള നിയന്ത്രണം. 2, നിങ്ങളെ നേർവഴിക്ക് നയിക്കുക. ഇത് രണ്ടും ഞാൻ ചെയ്യും, എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി. പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ ജില്ലാ തലം വരെയുള്ള ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആ ഒരു തലം വരെയുള്ള പുനഃസംഘടനയെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. ഈ പുനഃസംഘടനാ പ്രക്രിയ ഒരു കാരണവശാലും ഒരു ഗ്രൂപ്പ് ഷെയറിംഗ് പ്രോസസ്സായി മാറരുത് എന്ന അഭിപ്രായമാണ് പൊതുവായി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ നിലവിലുണ്ട്, ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്.
ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ളത് ഒരു അയോഗ്യതയായി കാണേണ്ടതില്ല. അതേ സമയത്ത് തന്നെ ഗ്രൂപ്പ് ഒരു മാനദണ്ഡമല്ല, മറിച്ച് മെറിറ്റാണ് അവരുടെ കഴിവ്, പ്രവർത്തകരിലെ സ്വീകാര്യത. എടുക്കാൻ ഇവരെ എത്രയും വേഗം ഒതുക്കിയില്ലെങ്കിൽ ഇനിയുള്ള എൻ്റെ ഓരോ നിമിഷങ്ങളും എനിക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രവർത്തന രംഗത്തെ മികവ് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം. നാളെയാണ് നാടകമേ ഉലകം, നാടകമേ ഉലകം. CPM-ൽ കൊല്ലത്തെ തോൽവിക്ക് ശേഷം പ്രിപ്പറേഷൻ കുണ്ടറ വന്നു. കേരളത്തിൽ ചെന്നിത്തല പോലീസ് മാമനായ ശേഷം ഓപ്പറേഷൻ കുബേരയും വന്നു. പോലീസിൽ അത്ര കണ്ട് വിശ്വാസമുള്ളതുകൊണ്ടാണ് ചെന്നിത്തലയ്ക്ക് ഇത്ര കണ്ട ആത്മവിശ്വാസം. കേരളത്തിൽ ഏറ്റവും എഫക്റ്റീവായി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പോലീസാണ്. കേരളത്തിൽ ഏറ്റവും എഫക്റ്റീവായി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പോലീസാണ്. നാടകമേ ഉലകം, നാടകമേ ഉലകം. ബാറിലെ അടി തീരുന്നതേയില്ല. വൈകിട്ടത്തെ പരിപാടിയില്ലാതെ കേരളം നന്നാവില്ലെന്ന് മധ്യ കേരളത്തിലെ കള്ളുമന്ത്രി ബാബു തുറന്നടിക്കുന്നു. എന്നാൽ കുടിവെള്ളവും വെള്ളം കുടിയും രണ്ടാണെന്ന് സുധീര ഗാന്ധി തിരിച്ചടിക്കുന്നു. ബാറുകൾ അടച്ചിട്ടത് കൊണ്ട് പുതിയ കുടിയന്മാർ വന്നിട്ടില്ലല്ലോ. ബിവറേജ് കോർപ്പറേഷന്റെ ഷോപ്പുകളിലെ വിൽപ്പന ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിന്റെ ടോട്ടൽ ഇമ്പാക്റ്റിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഞാൻ 3 ദിവസം മുമ്പ് കണക്ക് നോക്കിയപ്പോൾ 7 ലക്ഷം ലിറ്ററാണ് ഈ മെയ് മാസത്തിൽ വർധനവ്, കഴിഞ്ഞ മെയ് മാസത്തിനേക്കാൾ. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ക്രൈം കുറഞ്ഞു, കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. ബിവറേജ് കോർപ്പറേഷന്റെ ഷോപ്പുകളിലെ വിൽപ്പന ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. റോഡ് ആക്സിഡന്റ് കുറഞ്ഞു, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, ആക്സിഡന്റ് കുറഞ്ഞു. ബിവറേജ് കോർപ്പറേഷന് 200 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. അബോധാവസ്ഥയിൽ വഴിയിൽ കിടന്നിരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇതിനകത്ത് യഥാർത്ഥത്തിൽ വിൽപ്പന കുറഞ്ഞിട്ടില്ല. യെസ്. നാടകമേ ഉലകം, നാടകമേ ഉലകം. എന്തുകൊണ്ട് നമ്മൾ തോറ്റു? റാഡിക്കലായ മാറ്റത്തിന് സമയമായോ? ഏതായാലും താത്വികമായ അവലോകനത്തിന് ശേഷം പ്രകാശ് കരാട്ടെ തോൽവിയുടെ കാരണങ്ങൾ ഓരോന്നായി നിരത്തി. Review of the Lok Sabha elections and a report giving the review has been discussed and adopted in the Central Committee. We had a in-depth discussion and critical assessment of the poor performance of our party in these elections. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? The Politburo and the central leadership has taken full responsibility for the failure to advance the party and the decline in the mass base of the party. മനസ്സിലായില്ല. This has been reflected in the election results too. നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. നാടകമേ ഉലകം, നാടകമേ ഉലകം. സർക്കാരും ഋഷിരാജ് സിംഗും 2 തട്ടിലാണ്. സർക്കാരിന്റെ മുദ്രാവാക്യം അതിവേഗം ബഹുദൂരം എന്നാണ്. എന്നാൽ അതിവേഗത്തിന് തടസ്സമായി ഋഷിരാജ് സിംഗിന്റെ സ്പീഡ് ഗവർണറും കർശന പരിശോധനയും. ഏറ്റവും ഒടുവിൽ പിൻസീറ്റിലിരിക്കുന്നവർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയ ഋഷിരാജിന്റെ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. പിൻസീറ്റിൽ പണ്ടേ ബെൽറ്റ് നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ ജോപ്പനും ജിക്കുവും സലിം രാജും സരിതാ നായരും ഉണ്ടാവില്ലായിരുന്നുവെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിച്ച് ഇന്ന് വിടവാങ്ങുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം.
ചിന്തയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിനതാക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം.